ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ കുടിയേറി 7-ാം ദിവസമാണ് മകംതുഴൽ. വിശ്വപ്രസിദ്ധമായ മകംതുഴൽ. യതിവരനായ വില്ലോകത്ത് സ്വാമിയാർ ഇവിടെ കുംഭമാസത്തിലെ മിഥുൻ ലഗ്നത്തിൽ ഇവിടെ എത്തിയപ്പോൾ ഭഗവതി അദ്ദേഹത്തിന് സർവാഭരണ വിഭൂഷിതയായിട്ട് ദർശനം നൽകുകയും തന്നെ ഈ സമയം ദർശിക്കുന്ന പെൺകുട്ടികൾക്ക് നല്ല വരനെയും നല്ല സൽസന്തതികൾ ലഭിക്കുമെന്നും വിവാഹിതരായ നെടുമകലിയുള്ള സ്ത്രീകൾക്ക് ദീർഘ ദാമ്പത്യവും സൽസന്തതികളും കിട്ടുമെന്നും മറ്റുള്ളവർക്ക് സമസ്ത ഐശ്വര്യം കിട്ടുമെന്നും അരുളി ചെയ്തു. ഈ സങ്കല്പത്തിലാണ് ഇന്നും മകംതുഴൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മകംതുഴലിലെ ഒരു ആയിരക്കണക്കിന്, അതായത് ലക്ഷക്കണക്കിന് തന്നെ വേണമെങ്കിൽ പറയാം, 1.5 ലക്ഷം ആൾക്കാർ ഈ 2 മണിക്കും 9 മണിക്കും ഇടയ്ക്കാണ് ഈ മകംതുഴൽ. 2 മണിക്കും 9:30 ഇടയ്ക്ക് ഏതാണ്ട് 1.5 ലക്ഷം ആൾക്കാർ തൊഴുതു പോകുന്നുണ്ട്. ഓരോ വർഷം കഴിയും തോറും ഈ വരുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ അനുഭവങ്ങളാണ് അതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഇത് പറയുന്നത്. ഓരോ വർഷം ധാരാളം പേര് പറയാറുണ്ട്. പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് കാണുന്നതിനേക്കാളും ഇരട്ടി ഭക്തജനങ്ങൾ ഇന്ന് മകംതുഴാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ദേശവിദേശങ്ങളിൽ നിന്ന്, മലേഷ്യ, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന്, മലേഷ്യ, അങ്ങനെ പല ഭാഗത്തു നിന്നും സ്ഥിരമായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ ധാരാളം അറിയാം. ഈ മകംതുഴലിന് സാധാരണ നട തുറക്കുന്ന സമയത്ത് 6 പേര് ഉണ്ടാവണം എന്നാണ് പഴയ കാലത്ത് പറയുക. തന്ത്രി, മേശാന്തി, ഊരാളൻ, ബ്രാഹ്മണിയമ്മ, സമ്മന്തിമാരാര്, കഴകക്കാർ, ഈ 6 പേരാണ് അവിടെ ഉണ്ടാവേണ്ടത്. ഞങ്ങളുടെ ഊരാളഗ്രഹമായ പള്ളിപ്പുറത്ത് ഞങ്ങളുടെ അവിടുത്തെ സ്ത്രീകൾക്ക് ഉത്സവം കൊടിയേറി കഴിഞ്ഞാൽ കൊടിയിറങ്ങുന്നവരെ വരാൻ നിർവാഹമില്ല. അവർക്ക് മകംതുഴാൻ വേണ്ട. അവരവിടെ വരുന്ന ആൾക്കാരെ പരിപാലിച്ചാൽ മതി എന്നുള്ളതെന്ന് പറഞ്ഞു. അതിനുവേണ്ടിയാണ് കൊടിയേറി 2-ാം ദിവസം ഭഗവതി അവിടെ വന്ന് ഇറക്കി അവിടുന്ന് കയറ്റി എഴുന്നള്ളിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും മുതിർന്ന അന്തർജനത്തോട് 3 പ്രാവശ്യം കയറ്റിക്കൊണ്ട് അനുജ്ഞ മേടിച്ചിട്ടാണ് അവർ കയറ്റി എഴുന്നള്ളിക്കുന്നത്. അപ്പം അങ്ങനെ അവർ വേണ്ട. പക്ഷെ ഞങ്ങൾ പുരുഷന്മാർക്ക് എല്ലാ നിർബന്ധമായിട്ട് തൊഴുകയും വേണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു ചടങ്ങ്. അതിൽ ഏറ്റവും കാർന്നവർ അല്ലെങ്കിൽ കാർന്നവർ പ്രതികരിക്കുന്നവരാണ് ഈ മകംതുഴലിന് ഈ 6 പേരിൽ തന്ത്രി, മേശാന്തി, ഊരാളൻ, ബ്രാഹ്മണിയമ്മ, കഴകക്കാരൻ, സമ്മന്തിമാരൻ, ഈ 6 പേരിൽ ഒരാളായിട്ട് നിൽക്കേണ്ടത്. ഇങ്ങനെയാണ് പറയുന്നത്. ഈ പലരും ചോദിക്കാറുള്ള, ഞങ്ങൾക്ക് പല കാരണം കണ്ട് മകംതുഴാൻ എത്താൻ പറ്റാറില്ല, തിരക്ക് കാരണം, മറ്റു കാരണങ്ങളും, അപ്പൊ എന്ത് ചെയ്യണമെന്ന് ചോദിക്കേണ്ടത്. എല്ലാം കഴിവതും ഭഗവതിയെ മനസ്സ് സ്മരിച്ചുകൊണ്ട് ആ സമയത്ത് നമ്മുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ ഭഗവതിയുടെ ഒരു ചിത്രം, ഫോട്ടോ ഉണ്ടാവുമല്ലോ, അതിന് മുമ്പിൽ വിളക്ക് വെച്ച് ഭഗവതിയെ സ്മരിച്ചുകൊണ്ട് ആ 2 മണി 3 മണി ആ നട തുറക്കുന്ന സമയത്ത്, കൃത്യം 2 മണിക്കാണ് നട തുറക്കുക. ആ സമയത്ത് ഭഗവതി തൊഴുക. അവർ രാവിലെ ഈ മകത്തിനെന്ന് ഉണക്കുടിച്ചതെന്ന് ഇവിടെ വന്ന് ക്ഷേത്രടങ്ങിന് ശേഷം ഒരു ശ്രീഭൂതബലിയുണ്ട്, അത് കഴിഞ്ഞ് നടയടയ്ക്കും. പിന്നെ 2 മണിക്ക് ഭഗവതി പ്രത്യേകമായ ഗോളകയിൽ, വിശേഷാൽ ഗോളക, അത് മകത്തിനെ വിഷു അങ്ങനെ മാത്രമേ ചാർത്തുള്ളൂ, വിശേഷ അലങ്കാരങ്ങളോടെ ആണ് നട തുറക്കുക. അപ്പൊ ആ സമയത്ത് ഭഗവതി ദർശിക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അപ്പൊ അവര് ആ സമയത്ത് അവരവരുടെ കുടുംബത്തില് ഭഗവതിയുടെ ഫോട്ടോന് മുമ്പിലോ വിളക്ക് വെച്ച് ഭഗവതി പ്രാർത്ഥിക്കുക.